നിങ്ങളുടെ എതിരാളികളുടെ വായെ ദൈവം അടയ്ക്കും. ഇനി നിങ്ങൾക്ക് നേരെ ദ്രോഹത്തിൻ്റെ ഒരു വാക്കുച്ചരിക്കാൻ അവരെ ദൈവം അനുവദിക്കത്തില്ല. ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി വളരെ ശക്തമായ ദൈവസന്നിധിയിൽ കുറേ നേരം പ്രാർത്ഥിച്ചു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ 2 പ്രധാനപ്പെട്ട സൂചനകൾ, വെളിപ്പെടുത്തലുകൾ നിങ്ങൾക്ക് കൈമാറാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഈ വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ നാശത്തിന് കളമൊരുക്കി നിസ്സഹായതയോടെ നിങ്ങൾ നിന്ന സമയത്ത് നിങ്ങളെ അകപ്പെടുത്തിയ കുരുക്കുകളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ ദൈവം ഇന്ന് അത്യത്ഭുതകരമായി പുറത്തെടുക്കുന്ന ദിവസമാണ്. ചിലരൊക്കെ കൂടി നമ്മളെ ക്രൂശിക്കുമ്പോൾ അവരാരും പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേദപുസ്തക ചരിത്രം പോലും നമ്മളോട് പറഞ്ഞ് ഉറപ്പിക്കുന്നത്. നമ്മുടെ ലൈഫിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഏറെ മുറിവേറ്റവൻ ഏറെ ദൈവത്താൽ ആദരിക്കപ്പെടും. കഴിഞ്ഞ സൺഡേ ആരാധനയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഏറെ മുറിവേറ്റതിനാൽ, അളവിലും അധികമായി അപമാനിക്കപ്പെട്ടതിനാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എഴുതിയിട്ടില്ലാത്ത അനർഹമായ ചില ആദരവുകളും നന്മകളും മറ്റുള്ളവരെക്കാൾ കൂടുതലായി നീ അപമാനിക്കപ്പെട്ടത് കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി നൽകി തരാൻ പോകുകയാണെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് മനസ്സ് നീറിയാണ് ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം നിങ്ങളോട് പറയുന്ന ആശ്വാസം എത്രയോ ടൺ കണക്കിന് അളവിലാണ് നിങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നതെന്ന് കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് മനസ്സില്ലാ മനസ്സോടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ളതായ വഴികളിൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ചുവടുകൾ വെക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു അത്ഭുത ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് ഭവിച്ചല്ലോ എന്നോർത്ത് സ്വന്തം ലൈഫിൽ സംഭവിച്ച ചില വല്ലാത്ത ദുരവസ്ഥകളെ പ്രതി വേദനയോടെ കരയുന്ന നിങ്ങളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഞാൻ നിന്നെ ഈ കുഴികൾക്കകത്തുനിന്ന് തിരികെ കയറ്റുകയും നിന്നെ നശിപ്പിക്കുവാൻ എറിഞ്ഞതായ ഈ അഗ്നിശോധനയുടെ താവളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും നിന്റെ അവസാനം കുറിച്ചുവെന്നുള്ളതായ ആഹ്ലാദത്തോടെ ശത്രുക്കൾ നിന്റെ പേരിൽ ജയഭേരി മുഴക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് അവരൊക്കെയും ലജ്ജിച്ച് തല താഴ്ത്തുന്ന നിലയിൽ ഞാൻ നിന്നെ ഉയർത്തുമ്പോൾ, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും, നിന്റെ ലൈഫിലൂടെ ഈ ദിനങ്ങളിൽ കടന്നുപോയ പല ദുരന്തങ്ങളും ദൈവത്തിൻ്റെ കൈയുടെ പ്രവൃത്തിയെ അട്ടിമറിച്ചിട്ടില്ല എന്നുള്ളതായ യാഥാർത്ഥ്യം നീ തിരിച്ചറിയും. അളക്കാനാകാത്തൊരു അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് നടന്നു വരുന്ന സമയമാണിത്. പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികളുമായി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കൂട്ടി മുട്ടുന്ന സമയം. കാലങ്ങൾക്കപ്പുറത്ത് കേട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരു മറ നീക്കി പുറത്തിറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ച് ഇനി മുന്നോട്ട് നിന്റെ ഭാവി ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ഉയർത്തുന്ന ആ സുപ്രധാന വഴിത്തിരിവുകളുടെ സമയത്തിലാണ് നിങ്ങളുടെ ജീവിതം ഈ ദിനങ്ങളിലായിരിക്കുന്നത്. വലിയ ദൈവകൃപയോടെയാണ് ഇന്ന് രാവിലെ ഞാൻ ഈ ഓരോ വാക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ വ്യാപാര ശക്തി എൻ്റെ ശരീരത്തിൽ ഞാൻ വലിയ തോതിൽ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത്. സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും അല്പം മാറി നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം ഈ ഒരു ആത്മപ്രവാഹത്തിൻ്റെ ഒഴുക്കിൽ ഈ കാര്യങ്ങളങ്ങ് പൂർത്തീകരിക്കാമെന്ന് കരുതി തന്നെയാണ്. നിന്റെ സ്ഥിതിഗതികളെ ഞാൻ മാറ്റും. നീ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ പതനം കാണാൻ നോക്കി നിന്നവരുടെ മുമ്പിൽ എൻ്റെ കൈകൾ നിന്നെ ഉയർത്തും. നിന്റെ അസ്ഥികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിന്റെ ശത്രുക്കൾ നിന്റെ തകർച്ചയുടെ അവശിഷ്ടങ്ങൾ പറക്കാൻ വരുന്നയിടത്ത് നീ ഒരു അത്ഭുത പ്രതിഭാസമായി ഉണർന്നെണീക്കുന്ന കാഴ്ച കണ്ടവർ അത്ഭുതപ്പെട്ടു പോകും. നിന്റെ ദൈവം ആരാണ് എന്നുള്ളതിൻ്റെ ശക്തി മാലോകരൊക്കെയും തിരിച്ചറിയും. ഒരു ദേശത്തിൻ്റെ നടുവിൽ നീ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ, കൊടുങ്കാറ്റുകൾ ഏറെ ആഞ്ഞടിച്ചിട്ടും നീ താഴെ പോകാതെ നിന്നെ ദൈവം പിടിച്ചു നിർത്തിയത് ഇതുപോലൊരു ദിവസത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കൊയ്ത്തിനു വേണ്ടിയായിരുന്നുവെന്ന് നിന്നെ അറിയാവുന്നവരൊക്കെയും പരിപൂർണ മനസ്സോടെ സമ്മതിക്കത്തക്ക നിലയിൽ
ഒരു ദൈവ മഹത്വത്തിൻ്റെ പ്രവൃത്തി കർത്താവിൻ്റെ കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ ഇതാ നടക്കാൻ പോകുകയാണ്. ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ ഈ നിറവിൻ്റെ സ്വരം കേൾക്കാൻ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. തിരുവെഴുത്തിൻ്റെ പല താളുകളും മറിക്കുമ്പോൾ അവിടെ ഞാൻ കാണുന്ന ചില സംഭവങ്ങളൊന്നും ആരുടെയൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിട്ടല്ല എനിക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് നമ്മുടെ ഇന്നത്തെ ജീവിത പ്രശ്നത്തിൽ ദൈവം എഴുതി വച്ചിരിക്കുന്ന തമ്പുരാൻ്റെ അത്ഭുത പദ്ധതിയുടെ രൂപരേഖയായിട്ടാണ് എനിക്ക് പല അത്ഭുതങ്ങളെയും തിരുവെഴുത്തിൽ ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ എത്തുമ്പോൾ എൻ്റെ കണ്ണുകളിൽ വെളിപ്പെട്ടു വന്ന 2 അതിശയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. പണ്ടെങ്ങോ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിൻ്റെ കേൾവിയല്ലിത്, ഇന്ന് നടക്കാൻ പോകുന്നൊരു കാര്യത്തിൻ്റെ പ്രവചന ശബ്ദമാണ്. ഇന്നത്തെ ഈ ദൂത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇതിന് പ്രകാരമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത്തരത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് ഇത് കണ്ടിരിക്കും. ഇന്നലത്തെ പ്രവചനദൂതിൻ്റെ കമൻറ്റുകൾ ഞാൻ വായിച്ചു. അത് കഴിഞ്ഞ് പലരും വാട്സാപ്പിൽ പല സന്ദേശങ്ങളും എനിക്ക് അയച്ചു. പലതും അത്ഭുതകരമായ സാക്ഷ്യങ്ങളായിരുന്നു. ഇന്നലത്തെ ആത്മപ്രവൃത്തിയുടെ നിവർത്തീകരണം ഇന്നലെ തന്നെ നടന്നു കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾ ദൈവത്തെ അധികമായി സ്തുതിച്ചു. അത് അയച്ച എല്ലാവർക്കും വേണ്ടി ഇന്നലെ വൈകിട്ടത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രത്യേക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ, ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം നിനക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിലുള്ളൊരു ദൈവപ്രവൃത്തിയാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒന്നാമത്തെ ദൈവാലോചന എനിക്ക് പറയാനുള്ളത് ദാനിയേൽ എന്ന ദൈവദാസൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വസ്തുതയെക്കുറിച്ചാണ്. ദാനിയേൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനെ തൻ്റെ ശത്രുക്കളുടെ പ്രേരണയും അവരുടെ ഗൂഢതന്ത്രങ്ങളുടെയും പരിണിത ഫലമായി സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേലിനെ എറിയേണ്ടതായി രാജാവ് നിർബന്ധിതനായി. ഓൾറെഡി രാജാവിൻ്റെ സ്നേഹിതനായിരുന്നിട്ട് കൂടിയും ദാനിയേൽ എന്ന് പറയുന്ന ദൈവദാസൻ്റെ ജീവിതത്തെ സിംഹങ്ങൾക്കിരയായിട്ട് കൊടുക്കുവാൻ രാജാവിന് നിയമം എഴുതേണ്ടതായിട്ട് വന്നു. വളരെ സ്നേഹത്തോടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചിലരെ തന്ത്രപൂർവ്വം നമുക്കെതിരെ തിരിച്ചിട്ട് നമുക്ക് നല്ല ബന്ധമുള്ളവരെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില ദുഷ്ടന്മാരുടെ തന്ത്രപരമായ പദ്ധതികളെ ദൈവത്തിൻ്റെ ആത്മാവ് പൊളിക്കുന്ന ദിവസമായത്. ഞാൻ ഇതുമായി ചേർന്ന് പറയാം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന, നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചില കരങ്ങളെ നിങ്ങൾക്ക് വിരോധമായി ചലിപ്പിക്കുന്ന അഹങ്കാരികളായ മനുഷ്യരുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ന് ചങ്ങലയിടുന്ന ദിവസമാണ്. ദൈവം അതിനെ ബന്ധിച്ച് കളയുമെന്നതിന് 2 തർക്കമില്ല. വളരെ സന്തുഷ്ടമായിരിക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ വിലങ്ങുതടികളായി കയറിക്കൂടി കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ, സുഹൃത്ത് ബന്ധങ്ങളെ തകർക്കാൻ, ശുശ്രൂഷാ ബന്ധങ്ങളെ തകർക്കാൻ, വളരുന്ന ഏതൊരു നല്ല പ്രവൃത്തിക്കും ഘടകം എതിരായി നിന്ന് അതിനെ അടിവേരടക്കം മുടിച്ചു കളയാൻ നിൽക്കുന്ന ദുഷ്ട മനസ്സുകളുടെ സ്വരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ദൈവം അനുവദിച്ചു കൊടുക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ദൈവത്തിൻ്റെ പേര് നീതിമാനായ ദൈവമെന്നാണ്. താൻ നട്ടതിനെ പറിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കരത്തിന് നേരെയും ദൈവം ആയുധമെടുക്കുന്ന സമയം സമാഗതമാണ്. ആയതുകൊണ്ട് ഞാൻ ആധികാരികമായി പറയട്ടെ, ഈ ദിനങ്ങളിൽ നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവവൈതലെ നീ എത്ര ദുർബലനായാലും നിനക്ക് വേണ്ടി രംഗത്ത് വരും. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനന് വേണ്ടി വെളിപ്പെടുന്നൊരു ദൈവമുണ്ട്. എളിയവനെ മറന്നു കളയാത്ത ദൈവം, അനാഥനെയും വിധവയെയും സംരക്ഷിക്കുന്ന ദൈവം, സാധുവിനെയും അഗതിയെയും പരദേശിയെയും ചേർത്ത് പിടിക്കുന്ന ദൈവം, ഒറ്റപ്പെട്ടു പോകുന്നവന് തുണയാകുന്നൊരു ദൈവം. ഇന്ന് ആ ദൈവശക്തി നിനക്ക് തണലാണ്. നീ പേടിക്കരുത്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈ സമയങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറും. ഒരത്ഭുതം നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സഭയിൽ വരുന്നൊരു കുടുംബം എന്നോടൊരു പ്രധാനപ്പെട്ട വാക്ക് പറഞ്ഞു. ഞാൻ അവരുടെ ഭവനത്തിൽ
ഒരു രാത്രിയിൽ ഭവന സന്ദർശനത്തിനായിട്ട് ഒരു 8 മണിയോടുള്ള സമയത്ത് ചെല്ലുമ്പോൾ ആ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയിൽ പാസ്റ്ററെ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിലൂടെ കയറി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള ക്ഷണം സ്വീകരിച്ച് ഞാൻ ആ ഭവനത്തിൽ അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് കയറി. ഞാനും എന്നോടുകൂടെ എൻ്റെ സഭയിലുള്ള ഷാജി എന്ന് പറഞ്ഞ ബ്രദറുമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് പിറ്റേ ദിവസം തന്നെ ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു അത്ഭുത വിടുതൽ ദൈവം അവരുടെ സങ്കടകരമായ പ്രശ്നത്തിൻ്റെ പരിഹാരമായി ചെയ്തു. അന്ന് അവർക്ക് നേരെ വാ പുലർന്ന് അവരെ തകർക്കാൻ നിന്ന ഒരു കൂട്ടം ആൾക്കാരുടെ വായെ ദൈവം അടച്ച് നിശബ്ദമാക്കി. ആ സാധുക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് രംഗത്തിറങ്ങി. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, വളരെ ദൂരെ കേരളത്തിൻ്റെ പുറത്തു നിന്നൊരു മനുഷ്യനെ, ഈ സാധുവായ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആ ശത്രുപക്ഷത്തുള്ളവർ ബഹുമാനിക്കുന്നൊരു വ്യക്തിയെ ദൈവം അന്ന് രാത്രിയിൽ ആ ദൈവാലോചന അവരോട് പറയുന്ന സമയത്ത് അയാളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നീ അറിയാത്ത വഴികളാ തുറക്കപ്പെടാൻ പോകുന്നേ. നീ കണ്ടിട്ടില്ലാത്ത മുഖങ്ങളാ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നേ. നീ ഇന്ന് വരെ യാതൊരു വിധത്തിലും മുഖം കൊടുത്ത് സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ചെയ്യാത്ത ആൾക്കാരിലൂടെയാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് നിന്റെ കുടുംബത്തിനു വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. കർത്താവിനെ സ്തുതിച്ചോ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതങ്ങളാ. അഗോചരമായ വൻ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് ചെയ്യും. നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കും. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തോ. ഇതൊരു സാധാരണ ദിവസമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടിരിക്കുന്ന ചിലതെന്ന് വെളിപ്പെടുന്ന ദിവസമാണ്. ഞാൻ ഈ ദൈവാലോചനയുടെ ആഴങ്ങളിലേക്കൊന്നും നിങ്ങളുടെ കരം പിടിച്ച് നടക്കുവാൻ താല്പര്യപ്പെടുന്നു. നല്ല ബന്ധങ്ങളെ തകർത്ത് കളയുന്ന ചില സ്നേഹിതരായിരിക്കുന്നവരുടെ ഇടയിൽ കയ്പ് വിതയ്ക്കുന്ന എല്ലാവിധമായ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നവർക്ക് നേരെയും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് തന്നെ രംഗത്തു വരും. അങ്ങനെ ദാനിയേൽ എന്ന് പറയുന്ന ദൈവദാസന്റെ മിത്രമായിരുന്നിട്ട് കൂടിയും രാജാവിന് ഈ ദുഷ്ടന്മാരുടെ മുൻപിൽ തൻ്റെ വാക്കു പാലിക്കേണ്ടി വരുന്നു എന്നുള്ള ഏക കാരണത്താൽ രാജശാസനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ദാനിയേലിനെ സിംഹക്കുഴിയിലിടേണ്ടതായിട്ട് വന്നു. അന്ന് രാത്രിയിൽ രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വേദപുസ്തകം പറയുന്നു. നേരം പുലർന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരിക്കുന്ന ദാനിയേലിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ രാജാവ് ചെന്ന് നോക്കുമ്പോൾ ദാനിയേലിൻ്റെ അസ്ഥിക്കഷ്ണങ്ങളെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെ ഗുഹയിൽ എറിയാൻ വേണ്ടി നിയമം എഴുതിച്ചവരടക്കം ഒന്നു ചേർന്ന് വന്ന് നോക്കുമ്പോൾ അവർ കണ്ട കാഴ്ച അത്ഭുതപ്പെടുന്നതായിരുന്നു. ദാനിയേൽ എന്ന ദൈവഭൃത്യൻ്റെ ശരീരത്തിലൊരു രോമത്തിനു പോലും കേടുവരുത്താതെ മാംസഭോജികളായ നരഭോജികളായ സിംഹങ്ങൾ അന്ന് രാത്രി മുഴുവൻ ദാനിയേലിനെ സ്പർശിക്കുക പോലും ചെയ്യാതെ ആ മനുഷ്യനെ ഉപദ്രവത്തിൻ്റെ ഒരു ലാഞ്ചനയോടുകൂടെ യാതൊരു വിധത്തിലും ആ മൃഗങ്ങൾ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ ദൂതൻ ആ സിംഹത്തിൻ്റെ കുഴിയിലിറങ്ങി സിംഹങ്ങളുടെ വായെ അടച്ചു കളഞ്ഞു. ചില സിംഹങ്ങളെക്കാളും ദ്രോഹികളാ ചില മനുഷ്യർ. കടിച്ചു കീറുന്ന ദ്രംഷ്ടകളുള്ള ക്രൂരമൃഗങ്ങളെക്കാളും വേട്ടക്കാരാ ചില ദ്രോഹികളായ മനുഷ്യർ. അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റും നിന്ന് പരിഹാസങ്ങളുടെ ഗുഹകളും കിടങ്ങുകളും തീർത്ത് നമ്മളെ അതിൻ്റെ നടുവിൽ തള്ളിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ നടുവിൽ കിടന്ന് തീർന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് രാജാവ് പറഞ്ഞൊരു വാക്കാ പറയാനുള്ളത്, ഈ വിധത്തിൽ രക്ഷിക്കുന്നൊരു ദൈവം വേറെയില്ലെന്ന്. ഒരു ദൈവപ്രവൃത്തിയുടെ വിധം നീ കാണാൻ പോവുകയാണ്. ഈ വിധത്തിൽ വിടുവിക്കുന്നൊരു ദൈവം വേറെയില്ലെന്ന് നിന്റെ ശത്രുക്കളെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്റെ തകർച്ചയ്ക്ക് കൽപ്പന എഴുതി വരും. നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി കുഴി വെട്ടി വരും. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞു വരും. അവരാരും അറിയാതെ പോകുന്നൊരു സത്യമുണ്ട്, ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമാണെന്നുള്ള കാര്യം. അത് വൈകാതെ വെളിപ്പെടും. നിന്റെ ജീവിതം തല ഉയർത്തുന്ന മണിക്കൂറിലേക്ക് കർത്താവ് കയറ്റുകയാണ്. സിംഹത്തിൻ്റെ വായെ പൂട്ടിയതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിന് യാതൊരു വിധത്തിലും സമാധാനം തരാതെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉഴന്നു നടക്കുന്ന ചിലതിനെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് അതിൻ്റെ വായെ അടയ്ക്കും. സിംഹത്തിൻ്റെ വാ പൂട്ടിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും.
വാ തുറക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് കൈകൊണ്ട് അടിച്ചു വീഴ്ത്തുകയോ മാന്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അന്ന് രാത്രിയിൽ ദൈവം ഫ്രീസ് ചെയ്ത് കളഞ്ഞത് ആ മൃഗങ്ങളുടെ മനസ്സിനെ തന്നെയാണ്. അതിൻ്റെ മൃഗീയ വാസനയെ തന്നെ ദൈവം അന്ന് രാത്രിയിൽ അടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നിനക്ക് നേരെ ദോഷകരമായ ചിന്തകൾ പോലും ഉത്ഭവിപ്പിക്കുന്ന, രൂപകൽപ്പന ചെയ്യുന്ന ഹൃദയങ്ങൾക്കകത്തെ പദ്ധതികളെ തന്നെ ഇന്നു പകൽ ഇരുട്ടുന്നതിന് മുൻപ് ദൈവം അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കും. തൻ്റെ ദാസനായിരുന്ന യാക്കോബിന് നേരെ ഗുണമോ ദോഷമോ മിണ്ടിയേക്ക് പോലും ചെയ്തേക്കരുത്, ചിന്തിക്കുക പോലും ചെയ്തേക്കരുതെന്ന് ലാബാനോട് പറഞ്ഞ് ലാബാന്റെ പ്രവർത്തികളെ ദൈവം ഒരു രാത്രി സ്വപ്നത്തിൽ വന്ന് ക്ലോസ് ചെയ്തതുപോലെ നിങ്ങൾക്ക് വിരോധമായി തുറക്കപ്പെട്ടിരിക്കുന്ന ചില കതകുകൾ അടയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ചില കള്ളക്കേസുകൾ തള്ളിപ്പോകുന്ന ദിവസമാണ്. ആമേൻ. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, നാളുകളായി കോടതി കയറി ഇറങ്ങി വക്കീലന്മാർക്ക് പൈസ കൊടുത്ത് മുടിഞ്ഞേന്ന് പറഞ്ഞിരുന്ന കരയുന്ന കർത്താവിൻ്റെ മകളെ, നിനക്കു വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് കർത്താവ് ആ കേസിനെ ക്ലിയർ ചെയ്യുകയാണ്. നിന്റെ നീതി മധ്യാഹ്നം പോലെ വെളിപ്പെടുന്ന പകലാണ്. കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് രംഗത്തിറങ്ങുകയാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് യേശു നിങ്ങൾക്ക് വേണ്ടി വക്കീൽ കോട്ടിടുമെന്ന് പറഞ്ഞൊരു ദിവസം ആ ദൈവാലോചന കേട്ട ഒരു അമ്മ ഡൽഹിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 11 വർഷമായി അവരുടെ മകളുടെ ജീവിതത്തിൽ തടസ്സമായി നിന്നിരുന്നതായ ഒരു കേസിനാണ് അന്നത്തെ ദൂത് കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുതൽ കൽപ്പിച്ചത്. അതിവിടെയല്ല, UK കോടതിയിലാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ കോട്ട് ഇടുന്നത് പകലാണ്. കർത്താവ് നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. ദൈവം ചില ദോഷത്തിൻ്റെ വാതിലുകളെ അടയ്ക്കാൻ പോവുകയാണ്. നിനക്ക് ശാപമായി തീരുന്ന, നിനക്ക് നഷ്ടമായി തീരുന്ന, നിനക്ക് ഗതികേടുണ്ടാക്കുന്ന ചില അപായത്തിൻ്റെ വഴികളെ, പദ്ധതികളെ, അധരഫലങ്ങളെ ദൈവാത്മാവ് അടച്ചു കളയും. ഒന്നുകൂടെ ഞാൻ ആധികാരികമായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് നേരെ ദിനങ്ങളിൽ വാപിളർക്കുന്ന ചിലതിനെ ദൈവം അതിൻ്റെ അതരത്തെ മ്യൂട്ട് ചെയ്ത് കളയും. ജീസസ് ക്രൈസ്റ്റ്. ചില പരിഹാസങ്ങളുടെ സഞ്ചാരം തീരുക കേട്ടോ. രണ്ടാമത്തെ ദൈവിക വെളിപ്പാട് കിടക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഗബ്രിയേൽ ദൂതൻ സഖരിയാവ് എന്ന് പറയുന്ന പുരോഹിതന്റെ അടുക്കൽ വരുന്നതുമായി ബന്ധപ്പെട്ടാണ്. അന്ന് സമയം, കൃത്യസമയത്ത് ദൈവത്തിന്റെ ആലോചനയുടെ നിവർത്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സഖരിയാവിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അന്നേരം ദൂതൻ പറഞ്ഞു, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാക്ക് നീ വിശ്വസിക്കായികയാൽ ഇത് സംഭവിച്ച് കാണും വരെ നീ ഊമനായിരിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ പറയാം, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ മനുഷ്യ മനസ്സുകൊണ്ട് എത്ര അളന്നാലും പിടികിട്ടാത്ത നിലയിലുള്ള ചില ദൈവിക നീതി നമുക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തുന്ന ദിനങ്ങളിലേക്കാണ് നാം നടന്നു പോകുന്നത്. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രാപിപ്പാൻ കഴിയാത്ത ചില അനുഗ്രഹങ്ങൾ നന്നേ വാർദ്ധക്യത്തിലേക്ക് എത്തിയ സഖരിയാവിൻ്റെയും എലിസബേത്തിൻ്റെയും ജീവിതത്തിൽ, വളരെ വയോധികരായി പോയവരുടെ ജീവിതത്തിൽ ഒരു തലമുറ ജനിക്കുമെന്ന് പറയുന്നത് എത്രത്തോളം അവർക്ക് അവിശ്വസനീയമായിരുന്നോ, അതുപോലെ നിന്റെ സാഹചര്യം എത്രത്തോളം ശോചനീയമാണോ, ആ ശോചനീയമായ സാഹചര്യത്തിൽ ഒരിക്കലും സംഭവിപ്പാൻ സാധ്യതയില്ലാത്തൊരു വലിയ ദൈവപ്രവൃത്തിയെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാം. നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ ഒരിക്കലും നിനക്ക് സംഭവിപ്പാൻ സാധ്യതയില്ലാത്ത ഒരു ഭവനം ദൈവം നിനക്ക് വേണ്ടി ചമയ്ക്കാൻ പോകുകയാണ്. നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ ഒരിക്കലും നിനക്ക് ചിന്തിപ്പാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ജീവിത ഉയർച്ച കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നിന്റെ വിദ്യാഭ്യാസ നിലവാരം കൊണ്ട് ഒരിക്കലും നിനക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്ത ഒരു നല്ല പദവിയിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. മുൻഗണനയുള്ള, യോഗ്യതയുള്ള പലരും നിനക്ക് മുൻപിൽ നിൽക്കെ വളരെ പിറകിൽ നിൽക്കുന്ന നിന്നെ തിരഞ്ഞെടുത്ത് ദൈവം ചില സ്ഥാനങ്ങളിലേക്ക് ശ്രേഷ്ഠതയോടെ കയറ്റിവിടാൻ പോവുകയാണ്. അതെ, ഇപ്പോഴത്തെ ശാരീരിക, മാനസിക, സാമ്പത്തിക, ജീവിത, ആത്മിക സാഹചര്യങ്ങൾക്ക് ഒരിക്കലും അത് വെച്ച് നടപ്പിൽ വരുത്താൻ കഴിയാത്ത ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഭൗമമണ്ഡലങ്ങളിൽ നിവർത്തീകരിക്കുമെന്നതിന് ഞാൻ ആമേൻ പറയുന്നു. അതൂതൊരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചില മഹാദൈവ പ്രവർത്തികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഇതൂതിന് സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. അതെ, ഇതെൻ്റെ ലൈഫിന് വേണ്ടി കർത്താവ് നൽകുന്ന സ്വരമാണ്. അന്ന് സഖരിയാവ് എന്ന് പറയുന്ന പ്രാർത്ഥനാവീരനായ മനുഷ്യന്, സഖരിയാവ് എന്ന് പറയുന്ന പുരോഹിതന്
യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷക്കാരന് തൻ്റെ മുൻപിൽ വന്നു നിന്ന് സ്വർഗത്തിലെ മാലാഖ പറഞ്ഞ വാക്ക് അവിശ്വസനീയമായിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ നേരിട്ട് വന്ന് നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തരുമെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത നിലയിലുള്ള വൻ കാര്യമാണ് കർത്താവ് നമ്മുടെ ലൈഫിൽ മേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലാകുന്നു? ഒരു സ്വർഗീയ മാലാഖ വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിപ്പാൻ കഴിയാത്ത നിലയിൽ നിന്റെ ജീവിതത്തിൻ്റെ വർണ്ണം ഞാൻ മാറ്റും എന്ന്, അതിൻ്റെ അവസ്ഥകളെ ഞാൻ പുതുതാക്കുമെന്ന്, നിന്റെ ശാരീരിക അവസ്ഥകളുടെ മേൽ ഞാനൊരു വ്യതിയാനം വരുത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ആധികാരികമായി പറയുകയാണ്. ദൈവം തമ്പുരാനെ നേരിൽ കണ്ടാലും വിശ്വസിക്കാത്ത ചില മനുഷ്യരുണ്ട് ഭൂമിയിൽ. അത്തരത്തിൽ ഒരു ഹൃദയം നമുക്കിന്ന് രാവിലെ ഉണ്ടാകാതെ ഇരിക്കട്ടെ. ഈ ദൂതിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് സ്തോത്രം ചെയ്ത് തുടങ്ങാം. സെഖര്യാവിൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തം താൻ വിശ്വസിക്കാതെ വന്നപ്പോൾ ദൂതൻ പറഞ്ഞു, ഇത് സംഭവിച്ച് കാണും വരെ നീ മൗനമായിരിക്കും, നീ ഊമനായിരിക്കും. സെഖര്യാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ മൗനം പാലിച്ച ആ പകൽ, ആ രാത്രികൾ, ആ ദിനങ്ങൾ, ആ ആഴ്ചകൾ, 9 മാസങ്ങൾ. ആ 9 മാസങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിന് മുമ്പിൽ ദൈവം പറഞ്ഞ കാര്യം നിറവേറുന്നത് താൻ കണ്ടു. ജീസസ്. ഒരു പുരോഹിതന്റെ വായ ദൈവത്തിന് അടയ്ക്കാൻ പറ്റി. തൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടുന്ന പുരോഹിതന്റെ അതരം. സിംഹത്തിന്റെ വായ ദൈവത്തിന് അടയ്ക്കാൻ പറ്റി. മാംസപൊക്കുകളായി വാ കൊണ്ട് കടിച്ചു കീറുന്ന സിംഹങ്ങളുടെ വായ ദൈവത്തിന് അടയ്ക്കാൻ പറ്റിയെങ്കിൽ, മനുഷ്യനായിരിക്കുന്ന സെഖര്യാവിൻ്റെ വായ ദൈവത്തിന് അടയ്ക്കാൻ പറ്റിയെങ്കിൽ, നിന്റെ ജീവിതത്തിന് നേരെ അലറി നിൽക്കുന്ന ചിലതിനെ ദൈവത്തിൻ്റെ ആത്മാവിന്ന് അടച്ചു കളയാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, 7 ദിവസം എരിഹോ മതിലിൻ്റെ ചുറ്റും ഇസ്രായേൽ നടന്നു. 6 ദിവസം അവർ മൗനമായിട്ടാണ് നടന്നത്. 7-ാം നാളാണ് അവർ ആർപ്പിട്ടത്. ഇതുപോലെ ചില നാളുകളായി രഹസ്യമായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ആർപ്പിട്ട് സ്തുതിക്കാൻ വക നൽകിക്കൊണ്ടൊരു മറുപടിയെ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ചില ദൈവദാസന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഈ ഒരു ടേൺ തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില അനുഗ്രഹീതമായ സ്ഥലങ്ങളിലേക്കാണ്. കാലങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന കയ്പിൻ്റെയും വേദനയുടെയും ദിനരാത്രങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ദൈവം അല്പം വിശാലമായതിലേക്ക് ദൈവം നിന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന സമയത്തിലേക്ക് ദൈവ മനുഷ്യനെ നീ കടക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രാർത്ഥനകളൊക്കെയും നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ മറുപടിയായി ഇറങ്ങി വന്ന് നിൽക്കാൻ പോകുന്ന സമയം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം കൈകളിൽ പ്രാപിച്ച് സ്തുതിക്കാൻ കഴിയുന്നൊരു സമയം അത് ആസന്നമാവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാരും കേൾക്കാതെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നീ പ്രാർത്ഥിച്ച കാര്യങ്ങളുടെ മേൽ ദൈവം വിടുതലയക്കുകയാണ്. ചിലതിനോട് നീ പ്രതികരിക്കാതിരുന്നത്, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ വാ തുറന്ന് ചില മറുപടികൾ പറയേണ്ട സ്ഥാനത്ത് നീ വാ പൂട്ടിയതുകൊണ്ട് ദൈവത്തിൻ്റെ വാ നിനക്ക് വേണ്ടി ശബ്ദിക്കും. 30 വർഷത്തെ ദൈവത്തിൻ്റെ മൗനത്തെ യേശു യോർദാനിൽ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പര്യവസാനിപ്പിച്ചുകൊണ്ട് ക്രിസ്തു യേശു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണെന്നുള്ള സന്തോഷത്തിൻ്റെ വലിയ വാർത്ത, യേശുവിനെ സന്തോഷിപ്പിക്കുന്ന ആ വലിയ യാഥാർത്ഥ്യം, ദിഗന്ധങ്ങൾ പിളരുമാറ് പിതാവായ ദൈവം അവിടെ വിളിച്ചു പറഞ്ഞത് വാസ്തവമാണെങ്കിൽ നിന്റെ ജീവിതത്തിലും ഇത്തരത്തിൽ ചില ദൈവപ്രവൃത്തികളെ നീ കാണും, കേൾക്കും, അനുഭവിക്കും. കാലങ്ങളാൽ ദൈവം മൗനമായിരുന്നു എന്ന് നീ പറയുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മൗനം പാലിച്ച കാലഘട്ടങ്ങൾ തീരുകയാണ്. ഇനി സ്വർഗം നിനക്ക് വേണ്ടി ശബ്ദിക്കുന്ന നേരമാണ്. നിന്റെ ശത്രുക്കളുടെ വായെ അടപ്പിക്കാൻ ദൈവത്തിൻ്റെ വാ തുറന്നു വരും. ആമേൻ. നിന്റെ നിന്ന മാറ്റാൻ ദൈവം ഉറക്കെ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കും. പണ്ട്
പണ്ട് പണ്ട് പണ്ട് സാമുവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞൊരു വാക്ക് ഞാനിവിടെ ആവർത്തിക്കട്ടെ. ഞാൻ ഇസ്രയേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ 2 കാതുകളും മുഴങ്ങും. നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങി നിൽക്കും. അവൻ്റെ ചെവിയിൽ നിന്ന് ആ വാക്കുകൾ, ആ വാർത്തകൾ കേട്ടാൽ അവന് പെട്ടെന്നൊന്നും അത് ആ ഓർമ്മയിൽ നിന്നത് മായാത്ത നിലയിൽ ആ കേൾവി മുഴങ്ങി നിന്ന് അവരുടെ ജീവിതത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന വലിയ പ്രവർത്തികളെക്കുറിച്ചുള്ള കേൾവി തന്നെ ചിലരെ ഞെട്ടിപ്പിക്കും. ചിലരുടെ ജീവിതത്തിൽ അതിങ്ങനെ നിന്നു വിറയലുണ്ടാകും. ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ച് ദുഷ്ടന്മാരുടെ വായിലെ പല്ലിനെ തകർത്ത് കളയുന്ന ദൈവം നിനക്ക് നേരെ ഈ ദിനങ്ങളിൽ കടിച്ചു കീറാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ചില തന്ത്രങ്ങളെ, മനുഷ്യ സ്വഭാവത്തിൻ്റെ പിറകിലെ ചതികളെ, ഗൂഢമായിരിക്കുന്ന കള്ളക്കേസുകളെ ഇന്നത്തോടെ ദൈവം അവസാനിപ്പിക്കുകയാണ്. ഇനി നിന്റെ പേര് പറഞ്ഞൊരു അപശ്രുതി പരക്കാതെ വണ്ണം ദൈവം ചിലതിന് അറുതി വരുത്തുന്നു. 2, ദൈവം ചില മനുഷ്യരുടെ വായെ അടയ്ക്കും. സക്കറിയാവിൻ്റെ വായ പൂട്ടിയതുപോലെ ചില കാലഘട്ടത്തിലേക്ക് ചിലതിനെ ചിമുക്കാതെ വണ്ണം ദൈവം ചിലതിനെ പിടിച്ച് പൂട്ടിക്കളയും. 1000 ആണ്ടേക്ക് ശത്രുവിനെ ദൈവം പൂട്ടിയിടുന്നത് പോലെ 9 മാസം പൈതൽ പിറക്കുന്നത് വരെ സക്കറിയാവിൻ്റെ വായെ ദൈവം പൂട്ടിയിട്ടതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി, നിനക്കെതിരായി നിൽക്കുന്ന ചിലതിനെ കുറെ കാലഘട്ടങ്ങളുടെ അവധി വെച്ച് തമ്പുരാൻ പൂട്ടിക്കളയും. ഹല്ലേലൂയ. തിരിച്ചു വന്നാൽ ഇനി ആ സ്വരമൊന്നും വെളിയിൽ വരാത്ത നിലയിൽ കർത്താവ് നിന്റെ മാന്യതയെ ഏറ്റവും ഉയരങ്ങളിലേക്ക് ഉയർത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്നോട് പറയുന്നു, ഒരു കുടുംബത്തിൻ്റെ അകത്ത് നാണക്കേട് നിമിത്തം അവർ ചിലത് അവിവേകങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് ഈ സന്ദേശം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും ഈ നിന്ദയെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വന്നുപോയ ചില ജീവിതത്തിൻ്റെ ഇടിവുകളുടെ പേരിൽ നിങ്ങൾ എടുത്തിരിക്കുന്നതായ തെറ്റായ തീരുമാനങ്ങളെ വേണ്ടെന്ന് വെച്ചേര് കർത്താവ് നിന്റെ മാന്യതയെ വെളിപ്പെടുത്താൻ പോവുകയാണ്. വിലാപങ്ങളെ നൃത്തമാക്കുന്ന, രട്ട അഴിച്ച് സന്തോഷം മുടിപ്പിക്കുന്ന യേശു നിനക്ക് വേണ്ടി ഇന്ന് രംഗത്ത് വരും. ജോലി സ്ഥലത്ത്, ഓഫീസിൽ നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വളരെ ശക്തമായി മറ്റുള്ളവരെ നിനക്കെതിരായിട്ട് എഴുന്നേൽപ്പിച്ച് കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ചില സഹപ്രവർത്തകരുടെ പോർവിളികൾ ഇന്നത്തോടെ ദൈവം അവസാനിപ്പിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്റെ ഓഫീസിൻ്റെ അകത്ത് നിനക്ക് ഇന്നത്തോടുകൂടെ ദൈവം ഒരു സ്വസ്ഥത തരാൻ പോവുകയാണ്. ആമേൻ, 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 ആമേൻ. കർത്താവിൻ്റെ ആത്മാവ് ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ കണ്ണിൻ്റെയും ചെവിയുടെയും ഈ ഭാഗത്ത് ഇവിടെ ഒരു മുറിവുണ്ടായി, ഈ രക്തം ഈ സമയവും ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആകസ്മികമായിട്ട് കുറേ ദുരന്തങ്ങളുടെ ഒരു മാറിയുള്ള വെളിപ്പെടലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായിരിക്കുന്ന വിഷയങ്ങൾ നിയന്ത്രണാതീതമായി നിങ്ങളുടെ ലൈഫിലേക്ക് മാറിപ്പോയി ഒന്ന് തീരുമ്പോൾ മറ്റൊന്നെന്നുള്ള നിലയിൽ ചില മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ ചെന്ന് ഇടനില നിന്നതിൻ്റെ പേരിൽ മറ്റു ചിലർക്ക് വേണ്ടി ഒരു സമാധാനം സ്ഥാപിക്കാനെന്ന നിലയിൽ നിങ്ങൾ രംഗത്ത് വന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരാൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില വല്ലാത്ത കൈപ്പേറിയ അനുഭവങ്ങൾക്ക്, സങ്കടങ്ങൾക്ക് പരിഹാരം ഞാൻ കൽപ്പിക്കുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ നെറ്റിത്തടത്തിലിൻ്റെ ഈ ഒരു വശത്തായിട്ടുണ്ടായിരിക്കുന്ന മുറിവാണ് ആ ഒരു മനുഷ്യൻ്റെ അടയാളമായിട്ട് കർത്താവിനോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഒരു വ്യതിയാനം വരുത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ചിലതിൻ്റെ വായെ അടയ്ക്കുന്നു. ഇനി അങ്ങോട്ട് അതിവേദനയുടെ സമയങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇതുപോലെ വിടുവിക്കുന്ന ഒരു ദൈവം വേറെ എങ്ങുമില്ല എന്ന് നിന്റെ വിശ്വാസത്തെയും നീ മുറുകെ പിടിച്ചിരിക്കുന്ന യേശുവിലുള്ള ബോധ്യത്തെയും നിന്റെ ശത്രുക്കൾ ഒന്നടങ്കം സമ്മതിച്ചു തരുന്ന നിലയിൽ ദൈവപ്രവൃത്തികൾ നിന്റെ വിടുതലായി വെളിപ്പെടുകയാണ്. കർത്താവിൻ്റെ മക്കളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നത്തെ ഈ ഒരു സമയം. ദൈവം ചിലതിൻ്റെ വായെ അടയ്ക്കും. മതി, നമുക്കിന്ന് ഇത്രയും മതി. കർത്താവ് നമുക്ക് ബലം തരികയാണ്. ഞങ്ങളുടെ അപ്പ,
യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളുടെ ഹൃദയാവസ്ഥകൾക്ക് മേൽ നിന്റെ കരം ചലിക്കണമേ. അതിമാരകമായിരിക്കുന്ന ശരീരവേദനകളാൽ പുളഞ്ഞുകൊണ്ടിപ്പോൾ ഈ ദൈവസ്വരം കേട്ട് എൻ്റെ ശരീരത്തിലെ ഈ രോഗത്തിനൊരു സൗഖ്യം വരാൻ ഈ ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് പറഞ്ഞ് കർത്താവെ, ഈ ഫോൺ കയ്യിൽ വെച്ച് വളരെ വേദനയോടുകൂടെ ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ശരീരം പഴുത്ത് ഇരിക്കുന്ന, ആമേൻ, ചില വല്ലാത്ത ഇൻഫെക്ഷനുകൾ കർത്താവാം യേശുവിൻ നാമത്തിൽ സൗഖ്യമായി തീരട്ടെ. ഉണങ്ങാത്ത മുറിവുകൾ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും സുഖപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സൂയിസൈഡ് ടെൻഡൻസികൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. മനഃപൂർവമായി ചിലരുടെ അപമാനങ്ങൾ തുടരെ ഉയർന്നു വരുന്നതിൻ്റെ പേരിൽ ജോലി പോലും റിസൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ നിന്ദകളെയും നിരാശകളെയും മാറ്റി ദൈവത്തിൻ്റെ ആത്മാവ് അവർക്കൊരു സന്തോഷത്തിൻ്റെ ഒരു പുതിയ ജീവിതാവസ്ഥ, ഒരു തൊഴിൽ അന്തരീക്ഷം തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മക്കളെ ഞാൻ ഇന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം ഈ വിഷയത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സംരംഭങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബിസിനസ് ചെയ്യുന്നവർ, സ്വന്തമായിട്ടൊരു സ്ഥാപനം സേവനപരമായ കാര്യങ്ങളായി തന്നെ നടത്തുന്നവർ, നിങ്ങളെല്ലാം ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബിസിനസ്സിന് മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇന്നുണ്ടാകും. സംരംഭങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതിനകത്തെ മുടിവും തകർച്ചയും അതിനെ ഏത് നിലയിലും പൂട്ടിക്കളയണമെന്നുള്ള ചിലരുടെ മത്സരവും നസ്രനാം യേശുവിൻ നാമത്തിൽ ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന യേശുവിൻ നാമത്തിൽ ഇവർക്കെതിരായി നിൽക്കുന്ന വാതിലുകൾ, ശബ്ദങ്ങൾ, വ്യക്തികൾ, അതെല്ലാം ഇവരുടെ കൺവെട്ടത്തൊന്ന് അടഞ്ഞു പോകട്ടെ. ഇവർ ഇതുവരെ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ചില ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിലേക്ക്, പ്രൊഫഷണൽ ബിസിനസ്സിലേക്ക് ഓപ്പൺ ചെയ്തു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കൾക്ക് കഴിഞ്ഞ കുറേ നാളുകളിലെ അലച്ചിലുകൾക്ക്, അത്യുധ്വാനങ്ങൾക്ക് സമാധാനപരമായ ഒരു നേട്ടം ദൈവം നൽകി എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്ന നിലയിൽ ഇന്നത്തെ ദൈവപ്രവൃത്തി ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി അയച്ചതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ പ്രവചനദൂതിൻ്റെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നാളത്തെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ നാളത്തെ എപ്പിസോഡിനോട് കാത്തിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചറിയിക്കുക. സമൃദ്ധമായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ. എല്ലാ ഞായറാഴ്ചയും കോട്ടയം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. ഒരു ശക്തമേറിയ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി, ശക്തമേറിയ ആത്മീക പുരോഗതിയെ കരഗതമാക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അവിടേക്ക് ക്ഷണിക്കുന്നു. ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.